വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ശനിയാഴ്ചയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ധാരാളം പേർക്ക് അനുഗ്രഹകരമാകുമെന്ന് ഞാൻ കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നൊരു പ്രത്യേക ഒരു ചിന്ത നിങ്ങളുടെ അകത്തേക്ക്, നിങ്ങളുടെ ഹൃദയത്തിൽ, പ്രത്യേകിച്ച് തിരക്കേറിയ ജീവിതത്തിൽ യാദൃച്ഛ്യമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ തുടർമാനോട് കാണുന്നവരായിരിക്കാം, പക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം. ഇത് മാറ്റുന്ന, നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റുന്ന ഒരു സന്ദേശം ഇതിനകത്തൂടെ. പലപ്പോഴും പല സാഹചര്യങ്ങളിലൂടെ, കഷ്ടതയിലൂടെ, വേദനയിലൂടെ കടന്നുപോയവർ പുറത്തു വന്നവരോട് അവരോട് എന്തെങ്കിലും ഒരു സാക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തു വരുമെന്ന്. പ്രത്യേകിച്ച് കഠിനമായ ചില തുറുങ്കലിൽ, അല്ലെങ്കിൽ തടവുകളിൽ, അല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ആയിരുന്നവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു ദിവസം പുറത്തു വരുമെന്ന്. എന്നാൽ അവിടെ നഷ്ടപ്പെട്ടവരോട് അവരോട് ചോദിക്കാനൊക്കത്തില്ല. അല്ലെങ്കിൽ പോലും അവരുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ഇവർ പറയുന്നത്, നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ ആ വ്യക്തി തടവിൽ കിടന്നു, നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ അവരും പിടിക്കപ്പെട്ടത്, നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ ആ പ്രതിസന്ധിയിൽ അവരെന്താ പുറത്തു വരാൻ? പറയുന്നതെല്ലാം നിരാശയുടെ വാക്കുകളും ഒരു പ്രതീക്ഷയുടെ വാക്കുകൾ. അല്ലെങ്കിൽ അവരൊരിക്കൽ പോലും ഞങ്ങളിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ കഴിയത്തില്ല, ഞങ്ങൾ വരുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളായിരിക്കുന്ന ഒരു പക്ഷേ തടങ്കലിലോ തടവറയിലോ നിങ്ങളായിരിക്കത്തില്ലായിരിക്കാം. അത് ഞങ്ങളുടെ ഒരു ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ പ്രത്യേക ചില വിഷയങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ നമ്മളൊരു തടവറയിൽ തന്നെയാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ നിങ്ങൾ ഒന്ന് വിശ്വസിക്കണം, ഇത് എന്നും എൻ്റെ മേലില്ല ഈ വിഷയം. ഒരു സാധനത്തിനൊരു എക്സ്പയറി ഡേറ്റ് ഉള്ള പോലെ തന്നെ ഇതിനൊരു മാറ്റം വരും. ഇതൊരു ദിവസം ഇതിനൊരു മാറ്റം വരും. ഒരു ദിവസം ഞാനിതിൽ നിന്ന് പുറത്തു വന്നിരിക്കും. ഇതെന്നെ കവിയത്തില്ല. നിങ്ങളത് വിശ്വസിക്കുക. ചിലപ്പോൾ നിങ്ങളങ്ങനെ ചിന്തിക്കുന്ന ഘട്ടത്തിൽ ഒന്നും നിങ്ങൾക്ക് അനുകൂലമല്ലായിരിക്കും, എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കും ആ സാഹചര്യത്തിൽ. പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്ക്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ച പ്രത്യാശ, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ച വിശ്വാസം, ഞാൻ പുറത്തു വരുമെന്ന് നിങ്ങൾ പറഞ്ഞ ആ വാക്ക് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഞാനൊന്നുമില്ല, ചില കണ്ടിട്ടില്ലേ, കടത്തിലൊക്കെ മുങ്ങി വല്ലാത്ത അവസ്ഥയെ, ബിസിനസ്സുകളെല്ലാം പൊട്ടി തകർന്നവർ വീണ്ടും അതിലേക്ക് വരുന്നതെന്നറിയാം. അവരുടെ മൈൻഡിനെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അവർ ആശ്രയിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് അവർ ഫലമേൽപ്പിക്കുക മാത്രമല്ല, അവർ പ്രവർത്തികൾ ചെയ്യുകയാണ്. അവർ പരാജയങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ചുമ്മാ പറ്റത്തില്ല. ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് മാത്രം പുറത്തു വരാനൊക്കത്തില്ല. എന്താണ് എനിക്ക് വന്ന പരാജയം? എൻ്റെ കുടുംബജീവിതം എന്തുകൊണ്ട് തകർന്നു പോയി? എൻ്റെ ഭർത്താവ് എന്തുകൊണ്ടൊരു നിത്യമായ മദ്യപാനിയായി തീർന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഭവനം ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ തലമുറകൾക്ക് മാത്രം ജോലി ലഭിക്കുന്നില്ല? ഇതിൻ്റെ എല്ലാം ചോദ്യം ഫില്ല് ചെയ്യേണ്ടി വേറെ ആരുമല്ല, നാട്ടുകാരല്ല, നീ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്. അതെവിടെയാണ് എൻ്റെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പരാജയം എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? അത് നിങ്ങളിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നിങ്ങളതിൽ നിന്ന് പുറത്തു വരുന്നത്. വേദപുസ്തകത്തിൽ വാക്കുണ്ട്, ചോദിപ്പീൻ ലഭിക്കും, അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. ചോദിച്ച് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ മാത്രം വേണം നമുക്കവിടെ നിൽക്കാം. അന്വേഷിക്കുന്നൊരു തലമുണ്ട്, മുട്ടുന്നൊരു തലമുണ്ട്. അവിടേക്കെല്ലാം നാം കയറേണ്ടിയിരിക്കുന്നു. ആ പ്രതിസന്ധിയുടെ എല്ലാം മുമ്പിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വിശ്വസിക്കാതെ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിന് വലിയൊരു അന്വേഷണമുണ്ട്, ഒരു തെരച്ചിലുണ്ട്. അവിടെയാണ് നമുക്ക് ഇപ്രാവശ്യം നമുക്കറിയാം, നമ്മുടെ ഇലക്ഷന് ജയിച്ച ഒരു MP പറഞ്ഞത്, അദ്ദേഹം ഇങ്ങനെയാണ്: ഏതാണ്ട് 5 വർഷമായിട്ടുള്ള പ്ലാനിങ്ങും 1.5 വർഷത്തെ കഠിനാധ്വാനവുമാണ് എനിക്ക് ജയം നൽകിയത്. നിങ്ങളായിരിക്കുന്നിടത്ത് എനിക്കിത് മാത്രം പറയാനുള്ളത്. ഞാനൊരിക്കലൊരു വീഡിയോ കൊണ്ട് അഗാധ ഗർത്തത്തിൽ പോയ ഒരു മകനെ രക്ഷപ്പെടുത്താനായി റെസ്ക്യൂ, അത് അവരുടെ ഓപ്പറേറ്റേഴ്സ് അവരെല്ലാം കൂടെ വരുന്നു. ഹെലികോപ്റ്റർ വരുമ്പോൾ എന്താണെന്നറിയോ, അവനവിടെ കുനിഞ്ഞിരിക്കുകയല്ല,
വില്ലിങ് ആയിരുന്നു. നോക്കി, അവർ ഇട്ട് കൊടുക്കുന്ന കയറ്, അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ഇവൻ അവിടെ അനുസരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കയ്യോ കാലോ അവിടെ അല്പം തെറ്റിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും ഗർത്തങ്ങളിൽ പോകും. പക്ഷെ ആ സ്ഥാനത്ത് ചിലപ്പോൾ ഇവർക്ക് രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും. പക്ഷെ അതിനകത്ത് മുഴുവൻ വളരെ വ്യക്തതയോട് അതിനെ ഗൈഡ് ചെയ്യുന്ന, അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. അതാണ് വില്ലിങ്. ഞാൻ എപ്പോഴും പറയും, കിണറ്റിനകത്തൊരാൾ വീണുപോയി, രക്ഷപ്പെടുത്താനായിട്ട് വരുമ്പോൾ ഒരു മാനസികമായ ഒരു ആരോഗ്യമില്ലാത്ത, അല്ലെ ആ മുകളിൽ നിന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും? അതുകൊണ്ട് ഇന്ന് എവിടെയാണ് നിന്റെ പരാജയം? പുറത്തു വന്നവരെല്ലാം പറഞ്ഞ, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾക്കറിയാം ഒരു ദിവസം ഒരു മാറ്റമുണ്ടെന്ന്. കോവിഡ് കാലഘട്ടങ്ങളിൽ പോലും ഐസൊലേഷൻ വാർഡിൽ കിടന്ന ഒരു മകൻ്റെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. കടന്നപ്പോൾ എനിക്കറിയാം താൽക്കാലികമായി കുറേ ദിവസങ്ങൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ പ്രത്യേക ഒരു അടച്ച മുറിയിൽ പുറത്തു വരും. താൽക്കാലികമായി ഞാനത് റെസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെയൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇത് എൻ്റെ അല്ല, ഞാനിന്ന് കടന്നു പോകുന്ന എൻ്റെ അല്ല. ഞാൻ നിങ്ങൾ ചിന്തിച്ചു, നിങ്ങളുടെ ചിന്തകളുടെയും നിങ്ങളുടെ വാക്കുകളുടെയും ആ വ്യാപാരം, ആ എക്സ്പീരിയൻസ്, അല്ലെ നിങ്ങൾ ചെയ്യുന്ന എക്സർസൈസിലൂടെ ആയിരിക്കും ടൈമിങ് നിശ്ചയിക്കുന്നു. ആരെങ്കിലും വരും എന്നെ സഹായിക്കും, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു, എനിക്ക് രക്ഷപ്പെട്ടാൽ പെട്ടു, ഇല്ല എന്നുള്ളതല്ല, വരും എനിക്ക് വേണ്ടി. ആ പ്രതീക്ഷ, അന്ന് ആ തുറുങ്കലിൽ ഏറ്റവും അടിയിലാകാതെ ഗർത്തങ്ങളിൽ കിടന്ന മകനെ ആ രക്ഷിക്കുന്ന ഘട്ടത്തിൽ അവനെ പറഞ്ഞ ഒരു വാക്കുണ്ട്. അവൻ പറഞ്ഞ വാക്കിങ്ങനാണ്. എന്താണെന്നറിയാമോ? അവൻ പറഞ്ഞത്, എനിക്കറിയാമായിരുന്നു എന്നെ രക്ഷപ്പെടുത്താൻ ആൾ വരുമെന്ന്. ഞാൻ ഉറങ്ങാതെ രാത്രികൾ ഞാൻ ഇരിക്കുകയായിരുന്നു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കറിയാം എന്നെ തേടി വരുമെന്ന്. അതാ പ്രതീക്ഷ. ആ പ്രതീക്ഷ നിങ്ങൾ ഇന്നും കൈവിട്ടിട്ടില്ലെങ്കിൽ, ഇന്ന് നിങ്ങളോടുള്ള എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നൊരു സന്ദേശമാണ്. നിങ്ങളതിൽ നിന്ന് പുറത്തു വരും. അതേസമയം എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും എൻ്റെ ബുദ്ധിക്ക് കാണാൻ കഴിയുന്നില്ല, എനിക്കറിയത്തില്ല എന്ന് പറയുമല്ല. നിങ്ങൾക്കറിയത്തില്ല, പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളെ ഉയർത്തുന്ന, നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചോ, ഈ അവസ്ഥകളെയും ദൈവത്തിന് മാറ്റാൻ കഴിയും. നിങ്ങൾ ആയിരിക്കുന്നിടത്ത്. ഇതെന്നെ അധിക നാൾ പിന്തുടരത്തില്ല, അധിക നാൾ എന്നെ